അപ്പോൾ ചങ്ങായിമാരെ നമ്മളെല്ലാവരും കൂട്ടുകാരും ഒത്തുകൊണ്ട് ഇന്ന് ഫിഷിങ്ങിന് വന്നിട്ട് നമ്മൾ പുലിമുട്ടുക്ക് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം തയ്യാറെടുപ്പിലാണ്. നമ്മളപ്പോൾ ദീപുവാവുണ്ട്, ദീപുവാവിൻ്റെ കൂട്ടുകാരുണ്ട്, ഞങ്ങളൊരു 5-8 ആൾക്കാരുണ്ട് ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ സ്പോട്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടക്ക് വന്നൂടെ എല്ലാ ബോട്ടുകളും തോണികളൊക്കെ വരിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു, നല്ല മീനുകളെ ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. കാരണം ഇങ്ങനെ ഒരു കാഴ്ച ഇതിലിടക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാ തോണികളും ബോട്ടുകളൊക്കെ വരുവാനെ പോവുകയാണ്. അപ്പോൾ മീൻ സാധനം ഇവിടെയൊക്കെ നല്ല ആക്ടിവിറ്റി എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടിയോണ്ടാക്കാരല്ല പോണ പോക്ക്. എന്നാലും ഈ ഒരു കാഴ്ച ആദ്യമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒക്കെ എല്ലാതും വരുവാനാണ് പോണത്, ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് അടിച്ചൊരു മീനാണിത്. പല കല്ലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന മീനുകളാണ്. ബൈറ്റ് കണ്ട പാറി വന്ന് അടിച്ചാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഇരുത്താക്കാരുകളിൽ ഇരിക്കുക. അപ്പോൾ ചങ്ങന്മാരെ നമ്മളെ ബൈറ്റ് ചെല്ലിത്തമ്മീൻ തന്നെയാണ്. ഇങ്ങനെ കോർത്തിടുക. നമുക്ക് രണ്ടാമത് കിട്ടിയൊരു പൂളാനാണ്. രണ്ടാമത് കിട്ടിയത് ഒരു പൂളാന്. ഈ മീനുകളൊക്കെ കൂടുതലും മണലിൽ പറ്റി കിടക്കുന്ന ഒരു മീനാണ് ഈ പൂളാന്, പൂയാന് എന്നൊക്കെ പറയും. ഭീകരരൂപിയായൊരു മീൻ നമുക്ക് കിട്ടിക്കുന്നത് ഇതിന് മോതാന്ന് പറയും. നമ്മൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഹമൂറിൻ്റെ ഒരു ഐറ്റത്തിൽ പെട്ട തന്നെയാണ്. സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പേടി രൂപം കാണിക്കുന്ന രീതിയിലേ മോന്തൊക്കെയാണ് അതിൻ്റെ. ഹമൂറിൻ്റെ കുടുംബക്കാരനാണോ അല്ലേ? നമ്മൾ ചങ്ങായിമാരൊക്കെ ചറ പറവാനെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏത് ചൂണ്ടുമ്പോൾ എവിടുന്ന് അടി പൊട്ടും, ഏത് ഭാഗത്തുനിന്ന് അടി പൊട്ടും എന്നില്ല ഭയങ്കര പ്രതീക്ഷയിലാണ് നമ്മൾ ചൂണ്ടണത്. അപ്പോൾ ഏത് മീനാണ് ഏത് സാധനങ്ങൾ അടിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഒക്കെ നിരത്തിയിട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് 2 ലെയർ വരെയൊക്കെ ഇതിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ എന്താ പൊക്കാൻ പറ്റൂല. അവിടെ പുള്ളിക്കാരൻ്റെ നല്ലൊരു മാളാനെ അടിച്ചു പോകും. പണ്ടൊരു പാമ്പിൻ്റെ ഐറ്റത്തിൽ പെടുന്ന സാധനം തന്നെയാണ്. പക്ഷെ ചിലവർ കഴിക്കും, ചിലവർ കഴിക്കാതെ ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. ഏകദേശം 1 കിലോ റേഞ്ച് വരുന്ന സാധനമാണ്. നമ്മൾ ഈ പുലിമൂട്ട് കൂടിയൊക്കെ വരുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ചൂണ്ടലാണ്. ചൂണ്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതായത് ഈ ഉച്ച പിടിച്ച കല്ലുകളൊക്കെ ഉണ്ടാവും, നമ്മൾ ചവിട്ടുമ്പോൾ കാല് തെന്നും. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട സംഗതിയാണ്. പക്ഷെ നമ്മൾ മീൻ കിട്ടുന്ന ഒരു ഭയങ്കര ലാഘവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. പക്ഷെ കാലടി കുടുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ് തലടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഈ ഭാഗത്തൂടെയൊക്കെ ചൂണ്ടിടാൻ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നമുക്കൊരു ഹമ്മൂറും കുഞ്ഞിനെ കിട്ടിക്കണ ഒരു വായപുളിയും ഹമ്മൂറും കുട്ടിയാണ്. എന്താണ് പരിപാടി? അവനെങ്ങനെ തൊള്ളൊളിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇതെന്തിങ്ങനെ തൊള്ളൊളിച്ച് കിടക്കണത്?
അപ്പോൾ നമുക്ക് പിന്നെ ഒരു പാത്രത്തിലോട്ട് ആക്കാം. അപ്പോൾ പിന്നെ കോപ്രായങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ നമുക്ക്. ഇതൊക്കെ അപൂർവമായിട്ട് നമുക്ക് കിട്ടണമല്ലേ ഇങ്ങനെ ജീവനോടെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ. ഓടിക്കാം. ഇതിനൊന്നും നമ്മൾ എടുക്കില്ല കേട്ടോ, ഇതിനൊക്കെ റിലീസ് ചെയ്യും. ഇവനൊക്കെ വലിയ മീനാണ്, സാധനമാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ വെള്ളത്തിൽ തന്നെ ഇടും. അപ്പോൾ ചങ്ങന്മാരെ നമുക്ക് വീണ്ടും ഒരു ഭീകര ജന്തുവിനെ കിട്ടിയിരിക്കണം, ഭീകരരൂപി. ഈ ഒരു സാധനം കണ്ടമാനം പന്ന് പാറി അടിച്ചും. അതുപോലെ പഫർ ഫിഷും ഈ സാധനം. സാധനം മറ്റേ അടിച്ചു വരുന്നത്, മറ്റേ സാധനം അടിച്ചു വരുന്നത്. ഇവൽ ചൂണ്ടമ്പോൾ വന്നടിച്ചാൽ വലിയൊരു ഫൈറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കട്ര, ചെമ്പല്ലി, കാളാഞ്ചി, ഹമൂർ ഈ വക സാധനമൊക്കെ അടിച്ചാൽ നല്ല ഫൈറ്റൊക്കെ. ഇവൽ ചെറിയൊരു വലിയൊരു അങ്ങനെ ഒരു ഫൈറ്റൊന്നും ഉണ്ടാവില്ല. നമുക്ക് അടുത്തത് കുഴപ്പമില്ലാത്തൊരു ഹമ്മൂറിനെ കിട്ടിയിരിക്കണം. ഇതിന് നമുക്ക് കഴിക്കാനൊക്കെ എടുക്കുക. അരിയിലെ വലിപ്പമുള്ള സാധനമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹമ്മൂറാണ് ഇത്. നമ്മളെ ഹമ്മൂർ എന്ന് പറയുന്ന സാധനം. പിന്നെ കറൂപ്പ് ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന മീനാണ്. ഞാനാ മറ്റേതായിരുതി, മോതായിരുതി. മോതണിച്ച് ഒന്നിനും പറ്റൂല. പക്ഷെ ഞാൻ വരെ നമുക്കിപ്പോൾ കിട്ടിയൊരു ഹമ്മൂറാണ്, വലിയ കുഴപ്പമില്ലാത്തൊരു ഹമ്മൂറാണ്. ഇതിന് മുമ്പ് കിട്ടിയ അമ്മൂറിനൊക്കെ റിലീസ് ചെയ്യുന്നു. അത് അത്യാവശ്യം ചെറിയൊരു കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്, കറിയാക്കാൻ പാകത്തിലൊരു അമ്മൂറാണ്. നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ ചൂണ്ടക്ക് വന്ന ഒരു ചെറിയൊരു വീഡിയോസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ആ വീഡിയോസാണ്. നമുക്ക് ഫസ്റ്റ് മീനാണ് വന്നിട്ട്. നേരെ നമുക്കൊരു വറ്റയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആദ്യം ഒരു ചപ്പേരി കിട്ടി, ഇപ്പോൾ അതൊരു വറ്റ. അപ്പോൾ ചങ്ങന്മാരെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാ ചങ്ങന്മാർക്കും വളരെ നന്ദിയുണ്ട്. ഓക്കെ, ബായ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം.